ട്രക്ക് ആൻഡ് ട്രാവൽ ഹോളിഡേയ്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കാടുകൾക്കുള്ളിൽ ഒരുപാട് ജീവികളുണ്ട് എന്ന് ആർക്കാണ് അറിയാത്തത് അല്ലേ? എന്നാൽ ജീവനുള്ള ഒരു പാലമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന കാടുകളും മലകളും വെള്ളച്ചാട്ടങ്ങളും തുടങ്ങിയ പ്രകൃതി ഒരുക്കിയ മനോഹരമായ കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ ട്രക്ക് ആൻഡ് ട്രാവലിൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഭൂമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനമായ മേഘാലയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. നമുക്ക് പരിചയപ്പെടാം 4 രാത്രിയും 5 പകലുമുള്ള ഒരു കിടിലം ടൂർ ഐറ്റിനറിയെ കുറിച്ച്. കേരളത്തിൽ നിന്ന് പോകുന്ന ഒട്ടുമിക്ക ഗുവാഹത്തി ഫ്ലൈറ്റ്സും ഗുവാഹത്തിയിൽ ഇറങ്ങുന്നത് ഉച്ച കഴിഞ്ഞാണ്. ആയതുകൊണ്ട് തന്നെ ഗുവാഹത്തി എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റേ ചെയ്യുക. വേണമെങ്കിൽ അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ ഡീപ്പോർ ബീൽ ബേർഡ് സാങ്ച്വറിയും ലേക്കും വിസിറ്റ് ചെയ്യാം. ഈവനിങ് ആണ് ബെസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യാൻ. ഈവനിങ് ആയതിനു ശേഷം ബേർഡ്സിനെല്ലാം സ്പോട്ട് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ലേക്കെല്ലാം വിസിറ്റ് ചെയ്ത് മനോഹരമായ സൺസെറ്റും കണ്ട് മടങ്ങാം. രണ്ടാമത്തെ ദിവസം നേരെ ഷിലോങ്ങിലേക്ക്, അതും കുന്നുകൾക്കിടയിലൂടെ 4 മണിക്കൂറോളം നീളുന്ന ഒരു യാത്ര. ഒരുപാട് കാഴ്ചകളും വ്യത്യസ്തമാർന്ന സംസ്കാരങ്ങളും കൃഷിയിടങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ചു പോവാം. ഇതൊന്നും താല്പര്യമില്ലാത്ത ആളുകൾക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ തന്നെ ഗുവാഹത്തി എയർപോർട്ടിൽ നിന്നും ഷിലോങ്ങിലേക്ക് ഫ്ലൈറ്റ് എടുക്കാം. ചില സമയങ്ങളിൽ 600 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് എയർഫെയർ. ഏതാണ്ട് ഒരു 100 കിലോമീറ്റർ കഴിഞ്ഞാൽ കണ്ണിനെ കുളിർമയേകുന്ന ഒരു ഗംഭീര കാഴ്ച കാണാം. അതെ, അതാണ് ഉമയൂം ലേക്ക്. ഷിലോങ്ങിൻ്റെ വടക്ക് ഭാഗത്ത് പർവ്വതങ്ങളുടെ നടുവിലുള്ള ഒരു മനോഹരമായ തടാകം. ഇവിടെ നിങ്ങൾക്ക് ബോട്ടിങ്, കയാക്കിങ് തുടങ്ങിയവ ചെയ്യാം. അത് കഴിഞ്ഞ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാം. എന്നിട്ട് വാട്സ് ലേക്ക് കെട്ട്വെൽ ചർച്ച് കാണാം. ഈ ഒരു ചർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1936 നിർമ്മിച്ചതാണ്. സന്ധ്യമാകും മുമ്പേ ഷോപ്പിങ്ങിനും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുമുള്ള ഒരു അടിപൊളി ലൊക്കേഷനാണ് പോലീസ് ബസാർ. ഒരുപാട് സുവനീർ ഷോപ്പ്, ലോക്കൽ സ്റ്റാൾസ്, ക്ലോത്ത് മാർക്കറ്റ്, ഫുഡ് സ്ട്രീറ്റ്, കഫേ, റെസ്റ്റോറൻറ്റ്, ചില സമയങ്ങളിൽ സ്ട്രീറ്റ് പെർഫോമൻസ് വരെ ഈ ഒരു ബസാറിൽ ഉണ്ടാവാറുണ്ട്. ഇനി മൂന്നാമത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ചെക്കൗട്ടായി നേരെ ചെറാപുഞ്ചിയിലേക്ക് ഏകദേശം 2 മണിക്കൂർ നീളുന്ന യാത്ര. പോപ്പുലറായ നോക്ക ലീക്കായ്, അതേപോലെ തന്നെ 7 സിസ്റ്റേഴ്സ് ഫോൾസ്, ഈ 2 വെള്ളച്ചാട്ടങ്ങളും കാണാം. കൂടാതെ മോസ്മായ് കേവും അതേപോലെ തന്നെ താങ്ക്രാവ് വ്യൂ പോയിന്റും കാണാം. പിന്നീട് ഈവനിങ് ആകുമ്പോഴേക്കും ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യും. ഇനി 4ാമത്തെ ദിവസം. ഈ ഒരു ദിവസത്തിലാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ലൈവ് റൂട്ട് ബ്രിഡ്ജ് ഉള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ തിർണ ഗ്രാമത്തിലേക്ക് പോകും. തിർണ ഗ്രാമം പർവ്വതങ്ങൾ, കാടുകൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ്. അവിടെ നിന്നും ഏകദേശം 3 കിലോമീറ്റർ നടന്നാണ് ഈ റൂട്ട് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് എത്തുക. ഈ ഒരു ട്രക്കിങ്ങിൽ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ നിർബന്ധമായും കുറച്ച് കുടിവെള്ളം, അതേപോലെ തന്നെ ഗ്രിപ്പുള്ള ഷൂ, ബേസിക്കായ ഫസ്റ്റ് എയ്ഡ് കിറ്റ് തുടങ്ങിയവ കരുതി വെക്കുക. ഈ ഒരു ലൈവ് റൂട്ട് ബ്രിഡ്ജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 150 വർഷങ്ങൾക്ക് മുമ്പാണ് നിർമ്മിച്ചിട്ടുള്ളത്. കാസി ഗോത്രജാതിക്കാർ മഴക്കാലങ്ങളിൽ അത് റിവർ ക്രോസ് ചെയ്യാനും അതേപോലെ ചെറിയ തോടുകൾ ക്രോസ് ചെയ്യാനും അവരുടെ യാത്രകൾ കൂടുതൽ സൗകര്യമാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബ്രിഡ്ജസ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ 4ാം ദിവസവും പൂർത്തിയാക്കി തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങും. അങ്ങനെ 5ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് ഹോട്ടലിൽ നിന്നും ചെക്കൗട്ടായി നേരെ ഗുവാഹത്തി എയർപോർട്ടിൽ കൊണ്ടുപോയി നമ്മൾ ഡ്രോപ്പ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.